എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദിച്ചു ജന്മ കുചേലനും മാധവമന്ദിരം സ്വർണ്ണഗ്രഹം, നല്ല മതിലുകൾ, നല്ല ദ്വാരങ്ങളും, നല്ല ആർണികൾ, ഗൃഹങ്ങൾ പല കണ്ടു ചെന്നു കുചേലൻ ഒരു ഗൃഹം പൊക്കിതു മന്ദിരം അങ്ങതൊരു പിണി തന്നെ. അപ്പോൾ മുകുന്ദനും വിപ്രവര്യൻ തന്നെ പ്രേമോട് കണ്ടു ഹരേ നാരായണ. അപ്പോൾ മുകുന്ദനും വിപ്രവര്യൻ തന്നെ പ്രേമോട് കണ്ടു സസംഭ്രമോ വേഗേന ചെന്നു പ്രിയസകം തന്നെയുമാകമാതാർത്ഥം ഉണർന്നു. വഴി പോലെ ആകമാതാർത്ഥം ഉണർന്നു. വഴി പോലെ കൃഷ്ണ ആകമാതാർത്ഥം ഉണർന്നു. വഴി പോലെ പാണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും. പ്രാണപ്രിയ സഖസംഖ്യേന രോമാഞ്ചം പ്രാണിമതി പാൽപവിന്ദുക്കൾ വച്ചിച്ചു നിന്നിതരെ. അപ്പോൾ വിപ്രഭയനും മാധവൾ സംഖ്യേന ശുദ്ധനായി മോദിച്ചു നിന്നിതു. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ മോദിച്ചു നിന്നത്. ഹരേ പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങളിൽ ഹരേ നാരായണ. പിന്നെ മുകുന്ദനു കൃഷ്ണ വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം. ഹരേ ഹരേ നാരായണ. വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ശിരസിങ്കൽ സർവപാപാപകനായ ജനാർദ്ദനം നിർവാണ ധരിച്ചിടിനാൻ. പിന്നെയും ഹരേ ആരണേന്ദ്രന്റെ കരം പിടിച്ച് ആരണേന്ദ്രന്റെ കരം പിടിച്ചപ്പോൾ ചാരുതരമായ തങ്ങളുടെ മെത്തമേ നന്നായിരുത്തി. കൃഷ്ണ സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു. ഹരേ നാരായണ. സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു.
കൊണ്ട് പൂജിച്ചു മാധവൻ കൃഷ്ണ കൃഷ്ണ പിന്നെ വീരമോട് പൂജിച്ചു Hare Krishna ഇവൻ അതിനിസ്ത്രവന്യത്രയും ഓർത്താൻ അഖില ഗുണമന്ദിരൻ വിപ്രം ആർത്തിവിനാശനം തന്നുടെ കാരുണ്യം ആർത്തിവിനാശനം തന്നുടെ കാരുണ്യം പേട്ടുമൃഗങ്ങൾ വസിക്കുന്നതുപോലും എത്രയും ഇത്തരം നാരികൾ മന്നം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ വാണി പിടിച്ചിട്ടുമല്ലാരിതാൻ കുശലം വിചാരിച്ചു നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുര സത്തമനാം മമ സഖേ മേ സഖാവാം ഭവാനി ഇഷ്ടാനുരൂപയായിടുന്ന പത്തി ഇഷ്ടികാര്യാർത്ഥമായി പേട്ടിലോ സഖേ ചൊല്ലടോ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നതോ നിഷ്കൽമഷനാം സഖി തവ മാനസി ഭാര്യ സുത ധനസംസാരമെന്നതിൽ കാര്യമോകം ഭവാനില്ലെന്നു മുന്നമേ ഞാൻ അറിഞ്ഞത്രയിരിക്കുന്നതോട് തുല്യം വസിച്ച നാൾ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെ നിർമ്മല സഖേ നിന്നുള്ളിലുണ്ടോ മറന്നിതോ സദ്ഗുരുഭക്തിതൻ വാക്കിനാൽ നാം ചെന്ന് സത്വരം കാടകം മുക്കുവിറങ്ങിന അപ്പോൾ നിശീധിനി കാലം വർഷവും വനാന്തരെ വന്നു നിശീധിനി കാറ്റും മഴയുമാനിൽ പൊടിലും പുറത്തു വരഞ്ഞേറ്റം പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ട് അഭിന്നമായി ധൈര്യവും വിട്ടുറങ്ങിയിടാതെ അപ്പോൾ അനുജലജാതികളാൽ നമ്മൾക്ക് ഉത്പന്നമായി ഭയത്തെ മറന്നിതോ പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നോട് കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു ഉണർന്നതും ഓർത്തു കാണുക സഖേ അന്ന് ഒരു അരുൾ ചെയ്തു നിങ്ങൾക്കിന്ന് വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളത് നാനാ ഗുണകൃത്യ വിദ്യാസമസ്തം നന്നായി പരിപൂർണമായി വരും എന്നതും ഇത്തരം സർഗുരു നമ്മോടും എത്രയും ഏറ്റമാശിസു നൽകിയില്ലയോ ഇന്നും ഓരോന്ന് നാം അന്ന് കളിച്ചതും നന്നായി മറന്നിതോ തോന്നുന്നിതോ സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ
സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടുന്നു. ഇത്തരം മാധവമർക്കങ്ങൾക്കയാൽ ഉത്തമപൂർവ മെല്ലവേ ഉത്തമപൂർവ മെല്ലവേ നാനാനിഗമ സകല കലാവിദ്യനാദവിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചരാചര ലോകത്തിനൊക്കെയോ താരമാനക്കും പരമഗുരു ഭവാൻ സാന്ദീപനിഗ്രഹേ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതും അത്ഭുതമെത്രയോ. ഇത്തം കുജേരപതി തന്നോടോ ഇത്തരം ചൊന്നതു കേട്ട് മോദത്തോട് അച്യുതൻ വിപ്രേന്ദ്രനോടിതോ ചൊല്ലിനാൻ നിശ്ചല സൽഗുണവാരിധി നീഹ ഒരു നേരം നമുക്ക് നൽകിടുവാൻ ചാരുവ പ്രാഭൃതം കൊണ്ടിഞ്ഞു പോന്നിതോ ആയതു നൽകുക നീ പോഴി ആയതു മൂലമേറ്റം ഗുണമായി വരും ഭക്തരായവർ നൽകുന്നതൊക്കെയോ അപ്പോഴേ ഞാൻ പൂജിച്ചിടുന്നറിയണം. നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം ഇഷ്ടമായി വരുവിങ്ങളോ. അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സപ്തരോ നൽകിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ട വിപ്രതദാ ഉത്തമനാകും മുകുന്ദൻ തന്നുടെ കക്ഷയൊളിച്ചു വെച്ചേണു മൃദുഗത്തെ തക്ഷണം നാണിച്ചു നൽകാതിരുന്നതോ. അപ്പോൾ മുകുന്ദനോ മനസ്സേ ചിന്തിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. സദ്ഭുമാൻ സദ്ഭുമാനർത്ഥത്തിനെന്നയും ചിത്തേ സദ്ഭുമാനാമിവൻ അർത്ഥത്തിനെന്നയും ചിത്തേ ഭജിച്ചതില്ല അർത്ഥത്തിനേതുമേ. ചിത്തത്തിലാശയില്ല ഇന്നിവൻ എങ്കിലും തൽപത്നി തന്നുടെ വാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ടിന്നു ഞാൻ. ദേവകൾക്കും ലഭിയാധനങ്ങൾ ദേവകൾക്കും ലഭിയാധനങ്ങളെ കേവലം ഭക്തവിപ്രന് നൽകിയിടുവൻ. ഇതം വിചാരിച്ചു മാധവൻ ഇതം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാ നിൽക്കിയെന്തിരുന്നു നിൻ കിഴിയെന്തിരും ചോദിച്ചു ഭാണ്ഡം പിടിച്ചടിക്കും ഇതൂ
കൃഷ്ണ കൃഷ്ണ മോദിച്ചു മാധവൻ അങ്ങ് അവൻ കാന്തയ മോദിച്ചു മാധവൻ അങ്ങവൻ കാന്തയ നിർമ്മലമായുള്ളവൻ കണ്ട മൂലമായി നിർഭയമേറ്റു നൃത്തനായ എന്ന് പറഞ്ഞു ജഗന്മയനീശ്വരൻ തങ്ങളുടെ കയ്യാ ോട് പറഞ്ഞിതോ അതു നേരം ഇന്നു മതി മതി പ്രോത്തമന്നിക എന്നോ സുരന്മാർക്ക് പോലും അസാധ്യമായും ഐശ്വര്യം ഭവിച്ചവനിക ഈശാ ഈശാ നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നത് പിന്നെ ഇതുപോലും എന്നോദിനാൾ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നോടെ മെത്തമേൽ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നുടെ മെത്തമേൽ അത്ര ശയിപ്പിച്ചു മാതശിശൂഷയും ചെയ്തു വന്നിച്ചു മോദേന സൽക്കഥ ചൊല്ലിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 എല്ലാവരും ജപിക്കുക രാമ രാമ ഹരേ ഹരേ കൃഷ്ണ അജിത ഹരേ ജയ മാധവ അജിത ഹരേ ജയ മാധവ
സുഹൃത നിവന സുലഭമദനു നിയതം അജിത കരേ മാധവ അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മന്ദരവിപ്രൻ അക്ഷാദികർമ്മം കഴിച്ചാൻ പോട് ലോകേശനോട് യാത്ര പറഞ്ഞും പരിയുത്തമൻ വിപ്രൻ നടന്ന് പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു. ഏകനാഥന്റെ വൃത്താന്തമനുസരി അന്തണഭക്തിമേറ്റമത്യദ്ഭുതം ചന്ദാമരാട്ട് സുഭഗസമോദനം ചന്ദാമരാട്ട് സുഭഗസമോദനം ജ്ഞാനായതേറ്റം മലിനന്തമോ ആനന്ദരൂപൻ എന്നെ പുണർന്നിരിനാൻ ദേവാസുരാദി സകലരും ഐശ്വര്യമാമൂളമാർപ്പിച്ചതോർത്തു കണ്ടിടും കേവലം തത്പ്രസാദത്താൽ സകല സമ്പത്തുകൾ സേവാഫലപ്രദം മാധവം നൽകുന്നു. അർത്ഥത്തിനായിട്ട് വന്നു ഞാൻ, അർത്ഥത്തിനായിട്ട്
മറന്നു ഞാൻ ആയത് അധികയൊന്നുമില്ലാതെ പോന്നു ഞാൻ മഗ്രഹേ മഗ്രഹേ ഭക്തി കരുണയാലെ വരവാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു പത്നി മഗ്രേ ഭക്തി കരുണയാലെ വരവാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തു ഞാനങ്ങവളോട് പറയും എന്തു ഞാനങ്ങവളോട് പറയും എന്തു ഞാൻ അവളോട് പറയുന്നു ചിന്തിക്കിൽ സർവജ്ഞനല്ലോ ജഗന്മയൻ എന്തേ നമുക്ക് നലമിങ്ങു നൽകാൻ എന്തേ നമുക്ക് നലമിങ്ങു നൽകാൻ ധർമ്മദാനെന്ന് നമുക്കുള്ള കൃത്യം ഭക്തിമോമെന്ന് ചിന്തിച്ചു നിത്യസ്വരൂപനിങ്ങ അർത്ഥം തരാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിപ്രനം ചെന്നതുണ്ട് ഭക്തന് സന്നിധു അപ്പോൾ അനേകം അനുഗ്രഹജാലവും ശില്പമാലിയ കൂട്ടവും കാണാൻ നരരത്നങ്ങൾ വസനങ്ങൾ ഭൂഷണം എല്ലാം പരിപൂർണമായ ഭൂട്ടഗ്രഹം ഏറ്റവും കനകമയമാമതിലുകൾ മുറ്റങ്ങൾ നല്ലൊരു ഭുവനജാലങ്ങൾ ചിത്രധ്വജ പതാകങ്ങൾ സുവർണമായി എത്രയും നല്ല പത്മങ്ങളോടൊത്ത് അതിനിർമ്മലമായ ജലസ്ഥലഭാവികൾ നിർമ്മല ഭൂപാതി മറ്റും ഓരോ വിധം ദേവേന്ദ്ര മന്ത്രതുല്യം മണിമയും ദേവകൾ പോലും മണങ്ങും പുരുഷനും അപ്സര സ്ത്രീകൾ ലഭിക്കുന്ന നാരുവൻ ആ പുരശോഭ വഴി വിപ്രോത്തമൻ പാരം പരിഭ്രമിച്ചു നിൽക്കുന്നിരു പാരാരെ പിന്നെയും കണ്ടൊരു വിസ്മയം നിർമ്മലമായ കനകമണികളാൽ നിർമ്മല ഭൂഷണം കൊണ്ട് മൂടി മുതാൻ മക്കളും ദാസിമാർദ്ദമോട് ശോഭയൻ മൈക്കന്നി മൗലിയാമ്പത്തി സുമംഗല മോദേരമന്ദാഷം ഉൾക്കൊണ്ടുവന്നിച്ചു ഭൂസുരം നിന്നിരുത്തപ്പോൾ സവിസ്തയും ഒക്കെയും ഓർത്ത് നിരൂപിച്ചു വിപ്രനും ഈ കളി മാധവമായിരുന്നു ദൃഢം എല്ലാം ഹരിചരണങ്ങൾ നമുക്ക് എല്ലാം ഹരിചരണങ്ങൾ നമുക്ക് ഇല്ലൊരു സംശയമെന്ന് ഉറപ്പിച്ചതാ ചെന്ന് ഗൃഹമ്പുക്ക് സൗഖ്യമായി വാഴുന്നു നന്ദന ഭാര്യാദിയുടെ വിപ്രോത്തമൻ ചിന്മേന മൂന്നിനെ ചിന്തിച്ചു നന്നായി വസിച്ചാൽ അനുദിനം പിന്നെ നിത്യ സ്വരൂപിനെ ചിന്തിച്ച് മുക്തിയും അന്ത്യകാലത്തിൽ വെച്ച് നിരുത്തമാ സർവാത്മൻ അഹിലൈകപരമ്പുവാൻ സർവം ഭക്തനങ്ങൾക്ക് നൽകുന്നേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്നവല്ല ഇതന്നെ ഫലിപ്പിനില്ല സർവാത്മനും ചേർന്ന് നിത്യവും സർവജനങ്ങൾ ചൊല്ലിലും